കലോത്സവ വേദി പലരുടെയും അതിജീവന വേദി കൂടിയാണ്. ലോട്ടറി വിൽപ്പനയിലൂടെ ജീവിക്കുന്ന സിന്ധുവിന് പുതിയ പ്രതീക്ഷയാണ് കൊല്ലത്തേക്ക് വീണ്ടും എത്തിയ കലോത്സവം. നോക്കി നിൽക്കെ മൈതാനമാകെ ജനക്കൂട്ടം നിറഞ്ഞു. വേഗമെത്താനുള്ള ഓട്ടത്തിലാണ് ചുറ്റിനുമുള്ള മനുഷ്യർ. അവർക്കിടയിലേക്കാണ് ഈ മുച്ചക്ര വാഹനം വരുന്നത്. വീടാണ്, ജീവിതമാണ് ഇവർക്ക് ഇവിടമാകെ. പകുതി മുക്കാൽ ദിവസം ശരിക്കും പറഞ്ഞ ഈ ആശ്രമം മൈതാനമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുക ലൈഫ്. ഞങ്ങൾ കണ്ടുമുട്ടിയത് ഇവിടെ വെച്ചാ. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്ന് സമയം ചെലവഴിക്കുന്ന ഇവിടെയായിരുന്നു. 10 വർഷമായി ലോട്ടറി വിൽക്കുന്നതും ഇവിടെ തന്നെ. അങ്ങനെ നീണ്ടു പരന്നു കിടക്കുന്ന ഈ മൈതാനം അവർക്ക് വീടായി. ഇവിടെ കൂടുന്നവരും ആഘോഷവുമൊക്കെ അവരുടേതുമായി. അറുതിയില്ലാതെ ദുരന്തങ്ങൾ വന്നു പോകുമ്പോഴും കലയോടുള്ള ഇഷ്ടം സിന്ധു ചേച്ചിയുടെ ജീവിതത്തിന് നിറമേകി. കലയെന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റാത്തൊരു കാര്യമാണ്. ഈ ഡാൻസ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫീൽഡാണ്. അപ്പം അത് എവിടെ ഉണ്ടെങ്കിലും ഒരു ഇത്തിരി നേരമെങ്കിലും അത് പോയി കാണും. അപ്പോൾ അത് മോനെയും കൂടെ കാണിക്കാൻ വേണ്ടിയുള്ള ഉത്സവത്തിൽ പോയി അവനെ കൂട്ടി വന്നതാണ് ഇത് കാണിക്കാനായിട്ട്. പറ്റാവുന്നത്ര വേദിയിലേക്ക് ഓടിയെത്താനുള്ള കിതപ്പിലാണ് ഇവർ. ഈ 3 വയസ്സുകാരനിലൂടെ ഇവരുടെ അറ്റുപോയ ആഗ്രഹങ്ങൾ നടക്കുമെന്നുറപ്പിച്ച് ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം ഗോപിക സുരേഷ്, 24.